ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ ദേവൂട്ടന് എക്സാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് തൊട്ടപ്പോൾ എക്സാമാണ് ദേവൂട്ടന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ ദേവൂട്ടനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി. ഇന്ന് അറ്റൻഡിന് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയത്. ദേവൂട്ടന് ഇന്ന് ഇംഗ്ലീഷ് എക്സാമാണ് ഗായ്സ്. ദേവൂട്ടൻ ഇന്നലെ ഇരുന്ന് എല്ലാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മുടെ വീടിനടുത്തു നിന്നൊരു 1 കിലോമീറ്ററേ ഉള്ളൂ ദേവൂട്ടൻ്റെ സ്കൂള്. ഈ കാണുന്നത് എയർഫോഴ്സിൻ്റെ ട്രെയിനിങ് സെൻറ്ററാണ്. ബെൽഗാം തന്നെ എയർഫോഴ്സ് ട്രെയിനിങ് സെൻറ്റർ. എയർഫോഴ്സ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ദേവൂട്ടൻ്റെ സ്കൂള്. ദേവൂട്ടൻ KV സ്കൂളിലാണ് പഠിക്കുന്നത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ KV സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം തിരക്കില്ല, കാരണം ബാക്കി സ്റ്റുഡൻസിനൊക്കെ എക്സാം ഇല്ല. ഇന്ന് കുഞ്ഞു കുട്ടികൾക്ക് എക്സാമാണ്. അങ്ങനെ ദേവൂട്ടൻ ഞങ്ങൾക്ക് ബൈയൊക്കെ പറഞ്ഞു പോവാണ്. ദേവൂട്ടൻ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് വരെ എത്തുന്നവരെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് എൻട്രൻസിനകത്തോട്ട് കയറുമ്പോൾ ഞങ്ങളിങ്ങ് വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ഓരോരോ പണികളാണ് ഗായ്സ്. ഇന്ന് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചിക്കൻ കറി, ഫ്രൈഡ് റൈസും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചു വെച്ചു. പിന്നെ ചിക്കൻ കറി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചിക്കൻ കറിയൊക്കെ നല്ല തിളച്ച് നല്ല മണമായിട്ട് വന്നു ഗൈസ്. കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ചിക്കൻ കറിയൊക്കെ? അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒരുവിധം റെഡിയായി. പപ്പടമാക്കി, സലാഡാക്കി, റൈസ് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചു. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എൻ്റെ പൊന്നോ, എപ്പം നോക്കിയാലും പാത്രം കഴുകിവെക്കല. എത്ര പാത്രം കഴുകിയിട്ട് വന്നാലും പിന്നെ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും ഒന്ന് വെള്ളം കുടിച്ചതോ എടുത്തതോ സ്നാക്സ് കഴിച്ചതോ എല്ലാം എങ്ങനെയെങ്കിലും പാത്രങ്ങളാവും ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാണ് എൻ്റെ അടുക്കള കൃഷി, കുട്ടി കൃഷിയാണ്. അവിടെ അത്യാവശ്യം ടൊമാറ്റോസൊക്കെ ആയി. കണ്ട ഗൈസ്, കാണുന്നുണ്ടോ? ടൊമാറ്റോ വേറെ വലുതായിട്ടുള്ള കൃഷിപ്പണികളൊന്നും ഇല്ല. ടൊമാറ്റോ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചു കറിവേപ്പുണ്ട്. പിന്നെ പുതിനയില, മല്ലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ. പനിക്കൂർക്ക അങ്ങനെയുള്ളതൊക്കെയാണ് സംഭവങ്ങളാണ് എൻ്റെ കുട്ടി കൃഷി. അപ്പോൾ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിളിച്ച് നിൽപ്പുണ്ട്. തക്കാളി കിളിച്ച് വന്നപ്പോൾ തൊട്ടേ ഭയങ്കര സന്തോഷം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ആരും മറക്കല്ലേ.